മക്കളെ. ദേ ഈ വരുന്ന ആളാരാന്നറിയോ? നമ്മളെ ഫാമിലിയിലെ രണ്ടാമത്തെ വ്യക്തി. അതും അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന്. ഏട്ടൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇറക്കിയ വണ്ടിയാണ്. ഫസ്റ്റ് ഓപ്ഷൻ കണ്ണനെ കാണിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ട് നേരെ അവൻ നാട്ടിലേക്ക് പോന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ സ്റ്റേ അടിച്ചുകൊണ്ട് ഏട്ടൻ കാറും കൊണ്ട് വരുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റിയിട്ടോ. ഡെലിവറി സമയത്ത് നമുക്ക് അവിടെ ചെല്ലണമെന്നുണ്ടായിരുന്നു. അതിന് മുന്നേ 1-2 മാസം മുന്നേ നമ്മളവിടെ പോയി വന്നതുകൊണ്ട് ജസ്റ്റ് ആ പോക്കൊന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും കുളിച്ച് കുറി തൊട്ട് സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആയതുകൊണ്ട് നമ്മളെ ചെക്കനെയും കുളിപ്പിക്കണ്ടേ. കണ്ണനെ കാണിക്കാൻ കൊണ്ടുപോകല്ലോ. അപ്പോൾ കണ്ണൻ ആദ്യമായിട്ട് കാണുമ്പോൾ അയ്യോ എന്നെ കാണിക്കാൻ കൊണ്ടുവന്ന ചെക്കൻ എന്തേ ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാലോ. അത് വിചാരിച്ചിട്ട് ചെക്കനെ കൊണ്ടുപോയി സുന്ദര കുട്ടപ്പനാക്കി നേരെ ഗുരുവായൂരപ്പൻ്റെ നടയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി ആൾട്ടാക്കിയിട്ട് പൂജാരിക്ക് വേണ്ട പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കീയും ഏൽപ്പിച്ച് നമ്മളെല്ലാവരും മാറിയിരുന്നു. പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിനു വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് നമ്മൾ മാറി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പൂജയും അതിനോടൊപ്പം തന്നെ ഒരു നാളികേരത്തിൽ നമ്മൾ വാഹനമുട്ടും അർപ്പിച്ചിട്ടോ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് 2 കൈയും നീട്ടി അവൻ പ്രസാദവും ചാവയും ഏറ്റുവാങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ്റെ മുഖത്തത് കാണാനുണ്ടായിരുന്നു. കണ്ണനെ കാണാൻ പോയ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, നമ്മളെ കണ്ണനെ കാണിക്കാൻ കൊണ്ടുപോയ വ്യക്തിയെയും പറഞ്ഞു. ഇനി നമുക്ക് കണ്ണൻ ചെയ്തൊരു ചെറിയൊരു കുസൃതിത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണനെ തൊഴാൻ വേണ്ടി കയറി. നമ്മൾ വിചാരിച്ചു ഇല്ല വരിക കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് കയറി തൊഴുത് പോവാം എന്നുള്ള രീതിയിലാണ് കയറിയിരുന്നത്. ബട്ട് രാത്രി 9:30 വരെ കണ്ണൻ നമ്മളവിടെ ലോക്കാക്കി. പോണ്ട അവിടെ ഇരുന്നോ, എന്നെ കാണാണ്ട നിങ്ങൾ ഇന്ന് പോവണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ കുറച്ച് കുശുമ്പും പുന്നായ്മയും പറയാൻ വേണ്ടിയിട്ടാണല്ലോ മൂപ്പരെ കാണാൻ പോയേ. ലൈഫിൽ കുറേ സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി മറിഞ്ഞും വരുമ്പോൾ എല്ലാം തുറന്ന് പറയാൻ പറയാൻ നല്ലൊരു സ്പേസ് എന്നുള്ള രീതിയിൽ എല്ലാവരും ദൈവത്തിനെയല്ലേ കൂട്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരും. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഇല്ല വെയിറ്റ് ചെയ്യേ, ഞാൻ സാവകാശം വിളിക്കാം, നിങ്ങളെല്ലാതും കേട്ടിട്ടേ ഞാൻ പോവത്തുള്ളൂ എന്നുള്ള രീതിയിൽ കണ്ണൻ നമുക്ക് മറുപടി തന്ന മാതിരിയായി ആ ഇരുത്തം. ബട്ട് ഇഷ്ടമായി, പെരുത്ത് ഇഷ്ടമായി. ശുഭം.